ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇതുവരെ ചെയ്ത വീഡിയോകളിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എങ്ങനെയാണ് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ചെറിയൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ പലരും എഴുതുന്ന എക്സാമുകളിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് SCERT ടെക്സ്റ്റ് ബുക്കുകൾ അല്ലേ. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പണി തന്നെയാണ്. കാരണം ഇപ്പോൾ ഉള്ള കുട്ടികളൊന്നും അധികം ടെക്സ്റ്റ് ബുക്കുകളൊന്നും ആർക്കും കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ കാത്തിരിക്കേണ്ട എന്നുള്ളത് പറയാം. നമുക്ക് ഗൂഗിളിൽ ഓരോ ടെക്സ്റ്റ് ബുക്ക് അടിച്ചു കൊടുത്താലും നമുക്കതിൻ്റെ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ എൻ്റെ ഫോണിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പേ ഞാൻ 5ാം ക്ലാസ്സിലേക്ക് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. 5ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് വളരെ വിശദമായിട്ട് തന്നെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റഡ് അല്ല. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, പോയി നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ നിന്ന് എഴുതിയെടുക്കുകയാണ് ചെയ്യാം. ഈ എഴുതുന്നത് കൊണ്ടുള്ള ഫലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നത് മനസ്സിൽ കിടന്നോളും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോണിൽ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് വായിക്കുകയും ചെയ്യാണ്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്യാണ്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മളത് വായിക്കുന്നതോടു കൂടി എഴുതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പതിയും. പിന്നെ നമ്മൾ ഈ ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും ഈ പാഠഭാഗങ്ങളെല്ലാം വായിക്കണമെന്നില്ല. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് സമയവും ലാഭിക്കാം, അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് നോക്കി പോവുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന് വേണ്ടി ആരും കാത്തു നിൽക്കണ്ട. നമ്മുടെ ഗൂഗിളിൽ ക്രോമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്ക് അടിച്ചു കൊടുത്താലും നമുക്കത് അവൈലബിൾ ആണ് PDF പോലെ. പിന്നെ നമ്മുടെ ഫയൽസിൽ കിടക്കുന്നുണ്ടാവും, ഫയൽസിൽ ഡോക്യുമെൻറ്റ്സിൽ PDF ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നോക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ വല്ല യാത്രയിലാണെന്നുണ്ടെങ്കിലോ അങ്ങനെ ഇപ്പോൾ ബുക്കോ കാര്യങ്ങളോ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും കുറച്ച് ഫ്രീ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ബെനിഫിഷ്യലാണ്. കാരണം നമുക്കത് എപ്പോൾ വേണമെങ്കിലും, എന്തായാലും ഫോണ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതും ഒരു ഉപയോഗം തന്നെയാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട്ബുക്ക് വീതം വെച്ചിരിക്കുകയാണ്. കാരണം 8, 9, 10 ക്ലാസ്സുകളിലെ ഫിസിക്സ് ഒരു നോട്ട്ബുക്കിൽ തന്നെ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഓരോ സെപ്പറേറ്റ് നോട്ട്ബുക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലും സിമ്പിളാണ്. കാരണം നമുക്ക് ഇപ്പോൾ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും SCERT ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും കണ്ടിന്യൂവേഷനാണ്. 8ൻ്റെ അതേ കണ്ടിന്യൂവേഷനാണ് 9th വരുന്നത്, 9ൻ്റെ അതേ കണ്ടിന്യൂവേഷനാണ് 10th വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒരു നോട്ട്ബുക്കിൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു UP സെക്ഷനിലെ SCERT ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 6ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 7ാം ക്ലാസ്സോട് കഴിഞ്ഞിട്ടായിരിക്കും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ഉം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറണ്ട് അഫെയർസും അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ ചാനലിൽ കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഗൂഗിളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉണ്ടാവും. അപ്പോൾ അത് നോക്കി തന്നെ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. മലയാളം മീഡിയം നിന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അങ്ങനെ 2 പാർട്ട് ആയിട്ടായിരിക്കും 8th-ലെയും 9th-ലെയും എല്ലാത്തിലെയും വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മലയാളം മീഡിയമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ മലയാളം മീഡിയം ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഠന രീതി ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് ഉള്ള എൻ്റെ ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.